നമ്മളെല്ലാവരും നമ്മുടെ ലൈഫിൽ നടന്ന എന്തോ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് മറ്റുള്ള ആൾക്കാരെ ബ്ലെയിം ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മളെല്ലാവരും മെജോറിറ്റി ആൾക്കാർ നമ്മളിപ്പോൾ അറിഞ്ഞു അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിലെങ്കിലും നമ്മൾ മറ്റുള്ള ആൾക്കാരെ അതിൻ്റെ മേൽക്ക് ബ്ലെയിം ചെയ്താണ്ട് നമ്മൾ അതിനൊരു ചെറിയ ഹാപ്പിനെസ് കണ്ടെത്തുന്ന ആൾക്കാരാണ്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ ഒരു സ്റ്റോറിയിലൂടെ ഞാൻ എൻ്റെ സ്റ്റോറിയിലൂടെ പറഞ്ഞുതരാം. അതായത് ഞാൻ പ്ലസ് ടു വരെ പഠിച്ചത് മലയാളം മേടിച്ചിലായിരുന്നു. അതായത് 12ാം ക്ലാസ് വരെ 12 കൊല്ലം പഠിച്ചത് ഈ മലയാളം മേടിച്ചിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിനോട് വലിയൊരു ടച്ച് കാര്യങ്ങൾ നമുക്ക് മലയാളം മീഡിയം ആകെ ഒരു സബ്ജക്റ്റ് മാത്രമല്ല ഇംഗ്ലീഷിൽ ഉണ്ടാവുള്ളൂ. സോ അതുകൊണ്ട് എനിക്ക് ഇംഗ്ലീഷിൽ വലിയൊരു ടച്ച് കാര്യങ്ങളും അങ്ങനെയൊന്നും ഇംഗ്ലീഷ് നേറ്റീവ് ലാംഗ്വേജ് ഏത് നോക്കുകയാണെങ്കിലും എഴുതാനായാലും വായിക്കാനായാലും അതുപോലെ തന്നെ മീനിങ് ആയാലും അധികമൊന്നും അറിയില്ല. അപ്പം പ്ലസ് ടു വരെ ഞാൻ വിചാരിച്ചത് എന്ന് എന്താ കഴിഞ്ഞാൽ ഈ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമേ അല്ലെങ്കിൽ അങ്ങനെ ഡെവലപ്പായ കുട്ടികൾക്ക് മാത്രമേ ഇത് പഠിക്കാനും വായിക്കാനും എഴുതാനൊക്കെ കഴിയുള്ളൂ. ഞാൻ മലയാളം മീഡിയം പഠിച്ചത്. അപ്പോൾ എനിക്കിതൊന്നും കഴിയൂല. പ്ലസ് ടു വരെ ഞാൻ അങ്ങനെ കരുതിയിരുന്നത്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ പേരൻസിനെ ഇങ്ങനെ ബ്ലെയിം ചെയ്യാറ്. അതുപോലെ മുന്നിൽ പറയാനല്ലെങ്കിലും ഓലെ എന്നും ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർത്തില്ല. അതുപോലെ തന്നെ അതുകൊണ്ട് കാരണമാണ് ഞാൻ LKG UKG പോയില്ല. അത് കാരണമാണ് എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ വയ്ക്കാത്തത്. എനിക്ക് ഇംഗ്ലീഷ് ഈ പ്ലസ് ടു എത്തിയിട്ടും എനിക്ക് ഇംഗ്ലീഷ് ടച്ച് കിട്ടാത്തത് അതുകൊണ്ടാണ് കാരണമാണെന്നൊക്കെ ഞാൻ പ്ലസ് ടു വരെ പഠിച്ചുകൊണ്ടും ഇങ്ങനെ കരുതിക്കൊണ്ടു പോകും. അങ്ങനെ മറ്റുള്ള ആൾക്കാരെങ്ങനെ അതിൻ്റെ കുറ്റം അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാരണം മറ്റുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ എൻ്റെ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്, അല്ലെങ്കിൽ എൻ്റെ പാരൻസ് ആണെന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ഞാൻ എന്നെ തന്നെ ആ ഒരു സംഭവം ഇങ്ങനെ എസ്കേപ്പ് ചെയ്യുന്നതിന് വരുന്ന ഞാൻ നടന്നു. പിന്നെ പ്ലസ് ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സംഭവം ഇപ്പോൾ അതുകൊണ്ട് മാത്രമല്ല. നമ്മളിപ്പോൾ ഇത് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ അത് പഠിച്ചാൽ റെഡി ആയി കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് നമുക്ക് പഠിച്ചെടുക്കാം. അങ്ങനെ കാരണം അങ്ങനെ ഞാൻ പഠിക്കാൻ തുടങ്ങി. ഇംഗ്ലീഷ് ലാംഗ്വേജ് മാത്രം ഞാൻ എൻ്റെ റിസ്ക് എടുത്താണ് പഠിക്കാൻ നിർത്തി. സോ അതിന് മുന്നേ കരുതിയത് ഞാൻ പറഞ്ഞു വരുന്നത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ മറ്റുള്ള ആൾക്കാരെ എങ്ങനെ ബ്ലെയിം ചെയ്യാം. അതായത് എൻ്റെ ലൈഫിൽ നടന്ന എന്തോ ഒരു പ്രശ്നം അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഇപ്പം എനിക്ക് എന്തോ ഇല്ലാത്തൊരു സംഭവം മറ്റുള്ളവർക്കില്ലൊരു സംഭവം അത് എനിക്ക് കിട്ടാതെ പോയത് അല്ലെങ്കിൽ എനിക്ക് ആ കഴിവില്ലാതെ പോയത് മറ്റുള്ളവർ കാരണമാണ് അല്ലെങ്കിൽ എൻ്റെ പേരൻസ് കാരണമാണ് എൻ്റെ എഡ്യൂക്കേഷൻ സിസ്റ്റം കാരണമാണ് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ നിന്നു. അപ്പോൾ പ്ലസ് ടു വരെ നിന്നപ്പോഴും എൻ്റെ ലൈഫിൽ ഒരു ഡെവലപ്മെൻറ്റും ഉണ്ടാവണില്ല. കാരണം ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഒരു ഡെവലപ്മെൻറ്റും ഉണ്ടാവണില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ചു, ഞാൻ അങ്ങനെ മറ്റുള്ള ആൾക്കാരെ പറയണ്ടല്ലോ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ മലയാളത്തിൽ മീഡിയം പഠിച്ചതെന്ന് അങ്ങനെ പറയണ്ടല്ലോ, അതുകൊണ്ട് എനിക്കിപ്പോൾ എന്താ കാര്യം. അതിന് പകരം എന്തേ ഞാൻ അതിന് വർക്ക് ചെയ്യാൻ നിർത്തി. 6 മാസം 6 മന്ത് ഞാൻ എന്തേ പ്ലസ് ടു കഴിഞ്ഞ് എഡ്യൂക്കേഷൻ ഹയർ എഡ്യൂക്കേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഡിഗ്രി ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ എൻ്റെ റിസ്ക് എടുത്താണ് ഡെയിലി ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 അവർ അതിൻ്റെ ഇംഗ്ലീഷ് ലാംഗ്വേജിനായിട്ട് മാറ്റി വെക്കാൻ നിർത്തി. ആഫ്റ്റർ 6 മന്ത്സ് എനിക്ക് ഒരു നല്ലൊരു നിലയ്ക്ക് ഇംഗ്ലീഷിൻ്റെ ലാംഗ്വേജിൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ എത്തിച്ചാൽ പറ്റി. അങ്ങനെ വലിയ നിലയ്ക്ക് എത്തില്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു ആവറേജ് കാര്യങ്ങളൊക്കെ അറിയുന്ന സംഭവത്തിലേക്ക് എത്തിച്ചാൽ പറ്റി. സോ അപ്പോൾ ഒന്ന് വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്യാൻ മതി. നമ്മുടെ ലൈഫിൽ നടന്ന എന്തെങ്കിലും മുന്നേ നടന്ന സംഭവങ്ങളോ അല്ലെങ്കിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ലൈഫിൽ സംഭവങ്ങളോ നമ്മൾ മറ്റുള്ള ആൾക്കാരുടെ മേലിൽ അതിന്റെ കുറ്റം അല്ലെങ്കിൽ അതിന്റെ മറ്റുള്ള ആൾക്കാരെ ബ്ലെയിം ചെയ്യാതെ നമ്മൾ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് റെസ്പോൺസിബിലിറ്റി എടുത്താണ്ട് നമുക്ക് എങ്ങനെ ആ സംഭവം ഫിനിഷ് ചെയ്യാം അല്ലെങ്കിൽ ആ സംഭവം എങ്ങനെ നമുക്ക് അച്ചീവ് ചെയ്യാന്നാണ് നോക്കുന്നത്. സോ അപ്പം നിങ്ങളുടെ പുതിയതാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് മുബഷിർ. അങ്ങനെ ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആവുന്ന അവരുടെ ലൈഫിൽ ചേഞ്ചസ് വരുത്താൻ പറ്റുന്ന കണ്ടന്റ് വീഡിയോസ് ആണ് ഇടാറ്. അതായത് ഡിസിപ്ലിന്, കൺസിസ്റ്റൻസി, ഹെൽത്ത്, ഫോക്കസ്, പെർഫോമൻസ്, ഇങ്ങനത്തെ ലൈഫിൽ ഇമ്പ്രൂവ്മെന്റ്സ്, ചേഞ്ചസ് ഒക്കെ വരുത്താൻ പറ്റുന്ന കണ്ടന്റുകളാണ് കൂടുതൽ ഷെയർ ചെയ്യാനുള്ളത്. സോ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. അപ്പോൾ ഈ വീഡിയോയിൽ മെയിനായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ പോകുന്നുള്ളൂ. അതായത് എല്ലാവരും പറയും ലൈഫിൽ റെസ്പോൺസിബിലിറ്റി എടുക്കണം, റിസ്ക് എടുക്കണം, ഇതൊക്കെ പറയും. അപ്പോൾ ആർക്കും അറിയില്ല എന്ത് റിസ്ക് എടുക്കണം, എവിടെ റെസ്പോൺസിബിലിറ്റി എടുക്കണം, അത് എപ്പോൾ എടുക്കണമെന്നും നമ്മൾ അത് മാത്രമേ നമുക്ക് ആരും പറഞ്ഞു തരില്ല. റിസ്ക് എടുക്കണം, ലൈഫിൽ രക്ഷപ്പെടാൻ റിസ്ക് എടുക്കണം, റെസ്പോൺസിബിലിറ്റി എടുക്കണം, മറ്റുള്ളവരുടെ കുറ്റം പറയരുത്, നമ്മളതിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുത്താണ് നമ്മളതിൻ്റെ ലൈഫിൽ കാര്യങ്ങളൊക്കെ ചെയ്യണം നമ്മൾ എല്ലാവരോടും പറയുന്നുണ്ടെങ്കിലും പക്ഷെ എവിടെ റിസ്ക് എടുക്കണം, എന്ത് റിസ്ക് എടുക്കണം, എപ്പോൾ റിസ്ക് എടുക്കണം എന്ന് നമുക്കൊന്നും ആർക്കും അറിയില്ല. സോ അപ്പം മെയിനായിട്ട് ഒരു 4 പോയിന്റ് വെച്ച് കവർ ചെയ്തിട്ടാണ് ഞാൻ അതിൻ്റെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് നമുക്ക് എങ്ങനെ റെസ്പോൺസിബിലിറ്റി എടുക്കാം, മറ്റുള്ള ആൾക്കാർ നമ്മുടെ ലൈഫിൽ നടന്നു പോയ സംഭവങ്ങളോ അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളും പേരിൽ നമുക്ക് എങ്ങനെ മറ്റുള്ള ആൾക്കാരെ ബ്ലെയിം ചെയ്യാതെ നമുക്ക് അതിൻ്റെ മൊത്തം റെസ്പോൺസിബിലിറ്റി നമുക്ക് തന്നെ എടുത്തുകൊണ്ട് ആ കാര്യം എങ്ങനെ നമുക്ക് അച്ചീവ് ചെയ്യാമെന്ന് നോക്കാം. അതിൽ ഫസ്റ്റത്തെ പോയിന്റ് ആണ് നമുക്ക് എവിടെയാണോ ലാക്ക്, അതായത് നമ്മൾക്കിപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ഥലം ഒരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ, എവിടെയാണ് നമുക്ക് ആ സ്കില്ല് ഇല്ലാത്തത് അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ ഇപ്പോഴും മറ്റുള്ള ആൾക്കാരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ആള് UKG LKG UKG പഠിച്ചു, 1 മുതൽ 10 വരെ പഠിച്ചു, പിന്നെ ഹയർ സെക്കൻഡറി +1 +2 പഠിച്ചു, പിന്നെ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡിഗ്രി പഠിച്ചു. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ആള് ചെറിയൊരു കോഴ്സ് കൊടുത്താണ്ട് ഒരു ജോലിക്ക് കയറിയെന്ന് കരുതിക്കോളൂ. ജോലിക്ക് കയറുമ്പോൾ ആൾക്ക് എന്തുണ്ടാവില്ല, ആൾ എക്സ്പെക്ട് ചെയ്തൊരു സാലറി ഉണ്ടാവില്ല. സാലറി ഇല്ലാന്നുണ്ടെങ്കിലും മൂപ്പര് ഉദ്ദേശിച്ചൊരു എക്സ്പെക്ട് ചെയ്ത ലൈഫ് സ്റ്റൈൽ അല്ലേ കാരണം മൂപ്പര്
എത്തിപ്പെട്ടേക്കുക. കാരണം അങ്ങനത്തെ ഒരു ജോലിയിലേക്കാണ് മൂപ്പര് എത്തിപ്പെട്ടേക്കുക. അപ്പോൾ ചിന്തിക്കെന്താ, ഈ 10, 20, 22 കൊല്ലം ഞാൻ പഠിച്ചിട്ടും എനിക്ക് കിട്ടിയ ജോലി, അല്ലെങ്കിൽ ഈ 10, 16 കൊല്ലം ഞാൻ ഈ പഠിച്ച് എഫേർട്ട് എടുത്തിട്ട് എനിക്ക് കിട്ടിയ ജോലിയിൽ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ലാന്ന് മൂപ്പര് അപ്പോഴേക്ക് മനസ്സിലാക്കുക. എന്നിട്ട് മൂപ്പര് ബ്ലെയിം ചെയ്യാൻ തുടങ്ങും. എൻ്റെ സൊസൈറ്റി ശരിയില്ലായിരുന്നു, ഓല് എന്നെ വളർത്തി റെഡിയില്ല, പിന്നെ ജോലിക്കാരനാക്കിയിട്ടാണ് ഓല് വളർത്തിയത്, എഡ്യൂക്കേഷൻ സിസ്റ്റം പറ്റ ലോക്കലാണ് നമ്മുടെ ഇന്ത്യത്തെ എന്നൊക്കെ നമ്മളിങ്ങനെ പറയലൊടുത്തു. സോ അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്, നമുക്കിപ്പോൾ എവിടെയാണ് നമുക്കിപ്പോൾ ഒരു സ്കില്ലില്ലാത്തത്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഏത് കാര്യം വെച്ചിട്ടാണ് നമ്മൾ മറ്റുള്ള ആൾക്കാരെ ബ്ലെയിം ചെയ്യുന്നത്. ഇപ്പം ഞാൻ എൻ്റെ കേസിൽ പറഞ്ഞു, ഞാൻ ഇങ്ങനെ പേരൻസിനെ ബ്ലെയിം ചെയ്യായിരുന്നു. അതായത് എന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർത്തില്ല, ഇംഗ്ലീഷ് അറിയില്ലാന്ന്. സോ അപ്പോൾ നമുക്ക് ഏതിലൊരു ഏരിയ ഉണ്ടാവും. ഇപ്പോൾ ഫിനാൻസ് ആയിട്ട് അങ്ങനെ ഉണ്ടാവും, ചിലപ്പോൾ ജോലിൻ്റെ പരമായിട്ട് അങ്ങനെ ഉണ്ടാവും. ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ കോഴ്സ് നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കോഴ്സ് എടുത്താണ്ട് ഇപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ ബ്ലെയിം ചെയ്യുന്നുണ്ടാവും. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടാവും നമ്മുടെ ലൈഫിൽ. ഇത്രയോട് ചിന്തിച്ചാൽ മതി, മുന്നേ നടന്ന സംഭവങ്ങളോ അല്ലെങ്കിൽ ഇപ്പം നടന്ന സംഭവങ്ങളോ, അത് നമുക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിന് സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തൊരു സംഭവം, എന്നിട്ട് ആ സംഭവത്തിന്റെ റിസ്ക് റെസ്പോൺസിബിലിറ്റി നമ്മൾ എടുക്കാതെ മറ്റുള്ള ആൾക്കാരെ ബ്ലെയിം ചെയ്യുന്ന ഒരു സ്ഥലം. അങ്ങനെയാണ്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ എന്തായി, ഞാൻ +2 വരെ മറ്റേ ഇംഗ്ലീഷ് എനിക്ക് തീരെ അറിയില്ലായിരുന്നു. ഞാൻ മറ്റുള്ള ആൾക്കാരെ ബ്ലെയിം ചെയ്യലായിരുന്നു. അതിന് കഴിഞ്ഞിട്ട് എന്തായി, ഞാൻ അതിന് ഡിസിഷൻ എടുത്തു. ഞാൻ എൻ്റെ റെസ്പോൺസിബിലിറ്റി മൊത്തം എടുത്തു. ഞാൻ മനസ്സിലാക്കി ഇംഗ്ലീഷ് പഠിച്ചാൽ എൻ്റെ ഉത്തരവാദിത്തമാണ്, അതിൻ്റെ പാരൻസിൻ്റെ ഉത്തരവാദിത്തമല്ല. അത് ഞാൻ പഠിച്ചു, ഞാൻ പഠിച്ചെടുത്തു. സോ ഇപ്പം ഏത് സ്ഥലത്താണ് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കഴിവില്ലാത്തത്, ആ സ്ഥലം എടുക്കുക, അത് മനസ്സിലാക്കുക, അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എങ്ങനെ എടുക്കാമെന്ന് നോക്കുക. അതായത് ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിച്ചണമെങ്കിൽ എന്തൊക്കെ പഠിച്ചണം നിങ്ങൾ മനസ്സിലാക്കുക, അത് പഠിച്ച. സോ മറ്റുള്ള ആൾക്കാർ ഇപ്പോൾ എനിക്കിപ്പോൾ വേണമെങ്കിൽ ഈ ബ്ലെയിം ചെയ്തിരിക്കുക, ഫ്രണ്ട്സിന് വേണമെങ്കിൽ ഇപ്പോഴും ബ്ലെയിം ചെയ്തിരിക്കുക. ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേരാത്തത് കൊണ്ടാണ് എനിക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ ഇപ്പോഴും ഇരിക്കുക. പക്ഷേ ആ ഇരുത്തം തന്നെ ഉണ്ടാവുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു പ്രോഗ്രസ്സോ ഒരു ഡെവലപ്മെന്റോ ഒരു ഇമ്പ്രൂവ്മെന്റോ വരാൻ പോകുന്നത്. നേരെ മറിച്ച് ഡെയിലി ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ആ നിലയിലേക്ക് എത്താൻ പറ്റും. സോ അപ്പം ഏത് സംഭവം ഏത് സ്ഥലമാണ് നിങ്ങൾക്ക് ഇപ്പോൾ സ്കില്ലില്ലാത്ത മനസ്സിലാക്കുക, അവിടെ മറ്റുള്ള ആൾക്കാർ ബ്ലെയിം ചെയ്ത് നിർത്തുക. സോ എന്തുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും ആ സ്റ്റേജിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്, അത് ചിലപ്പോൾ മറ്റുള്ള ആൾക്കാർ കാരണം തന്നെ ഈ കാര്യം. സോ എന്നാലും അതിന്റെ റെസ്പോൺസിബിലിറ്റി മൊത്തം എടുക്കുക, ആ സ്കില്ലിന്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ നോക്കുക. പിന്നെ രണ്ടാമത്താണ്, അല്ലെങ്കിൽ ആ സ്കില്ല് അല്ലെങ്കിൽ ആ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ എടുക്കാൻ കരുതി കഴിഞ്ഞാൽ അത് അച്ചീവ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടാവും. ഡെയിലി നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ അയിമ ഫോക്കസ് ചെയ്യുക. ഇൻസ്റ്റേഡ് എന്ത് ചെയ്യുക, അതിന്റെ ആ റിസൾട്ടിനെ ഫോക്കസ് ചെയ്യുന്നതിന് പകരം, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ പിന്നെ +2 കഴിഞ്ഞ ശേഷം ഹയർ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കാം, ഒറ്റയ്ക്ക് പഠിക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. സോ അപ്പം എൻ്റെ ഡെയിലി ഹാബിറ്റ്സ് പറയുന്നത്, ഞാൻ കോളേജിൽ സിമ്പിൾ സംഭവങ്ങളായിരുന്നു. 6 മാസം ഞാൻ യൂസ് ചെയ്തിരുന്ന സിമ്പിൾ സംഭവങ്ങളായിരുന്നു ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിച്ചാൽ വേണ്ടിയിട്ട്. ഞാൻ കുറേ ഗ്രാമറോ അല്ലെങ്കിൽ കുറേ കോഴ്സിൽ പോയി ചേരുക അങ്ങനെയൊന്നും ഞാൻ എൻ്റെ റിസ്ക് എടുത്തിട്ട് പഠിച്ചിട്ടാണ്. ഞാൻ യൂസ് ചെയ്തിരുന്ന മെത്തേഡ്, ഡെയിലി 10 മിനിറ്റ് ഇംഗ്ലീഷ് ഞാൻ സംസാരിക്കും, ഡെയിലി 10 മിനിറ്റ് ഇംഗ്ലീഷ് ഞാൻ എഴുതും, ഡെയിലി 10 മിനിറ്റ് ഞാൻ ഇംഗ്ലീഷ് കേൾക്കും, ഇംഗ്ലീഷ് പോഡ്കാസ്റ്റ് ഈ യൂട്യൂബിൽ എന്തെങ്കിലും കേൾക്കും. അതുപോലെ തന്നെ ഡെയിലി ഇംഗ്ലീഷ് 10 മിനിറ്റ് വായിക്കും. അതായത് റീഡിങ്, ലിസണിങ്, റൈറ്റിങ്, സ്പീക്കിങ്. ഇത് ആരോടും ഇല്ല, ഒറ്റയ്ക്ക് സ്പീക്ക് ചെയ്യും. എന്താ എൻ്റെ മൈൻഡിൽ വരുന്നത് അത് ഞാൻ ഇംഗ്ലീഷിലേക്കും. ഇവിടെ എന്താ പറയണത് അല്ലെങ്കിൽ എന്തിനെ കുറിച്ചാണ് പറയണമെന്നല്ല, ഒറ്റ കണ്ടീഷനുള്ളൂ എനിക്ക് കൊടുത്ത ഒറ്റ കണ്ടീഷനുള്ളൂ. ഈ 10 മിനിറ്റ് എഴുതാം, പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലീഷിലാണ് എഴുതിയ തന്നെ എഴുതാനും പാടില്ല. ഈ 3 കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇംഗ്ലീഷ് ഞാൻ എഴുതാൻ കുത്തിറക്കുമ്പോൾ 10 മിനിറ്റ് എഴുതാൻ കുത്തിറക്കുമ്പോൾ 10 മിനിറ്റ് എഴുതാം, ഏത് സംഭവത്തിനെ കുറിച്ച് എഴുതാം, പക്ഷെ ഇംഗ്ലീഷിലായിരിക്കണം. പക്ഷെ എഴുതിയതിനെ റിപ്പീറ്റ് ചെയ്താലും പാടില്ല. അങ്ങനെ ഞാൻ ഡെയിലി ഓരോ സംഭവം, ഇപ്പോൾ ഞാൻ ഡെയിലി എൻ്റെ മൈൻഡ് സെറ്റിൽ എന്താ വരുന്നത് ആ സംഭവം എടുക്കും. ഇപ്പൊ ഹെൽത്ത് ആണ്, ഈ ഹെൽത്ത് എടുക്കും, ഹെൽത്തിനെ കുറിച്ച് എനിക്ക് അറിയുന്ന സംഭവം ഒഴിവ് ചെയ്തു 10 മിനിറ്റ് ആയാൽ മതി. അതുപോലെ തന്നെ 10 മിനിറ്റ് ഇംഗ്ലീഷ് സംസാരിക്കണം. അങ്ങനെ ആഫ്റ്റർ 6 മാസം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യും, ഞാൻ ആ നിലയിലേക്ക് എത്തി. കാരണം എനിക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് വായിക്കാനും എഴുതാനും അതുപോലെ തന്നെ എന്താ പറയുക മറ്റുള്ള ആൾക്കാർ പറയുന്നത് മനസ്സിലാക്കാനും സ്പീക്ക് ചെയ്യാനൊക്കെ ഞാൻ എൻ്റെ ഒരു ആവറേജ് സ്ഥലത്തേക്ക് എത്തി. സോ അപ്പം നിങ്ങളിപ്പോൾ ഏത് സ്ഥലത്താണോ നിങ്ങൾ അപ്പോൾ ആ സ്കില്ലില്ലാത്ത സ്ഥലത്തേക്ക് അവിടെ എത്തിക്കണ കുറച്ച് ഡെയിലി ഹാബിറ്റ്സ് ഉണ്ടാവും. ഇപ്പോൾ ബോഡി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ജിമ്മ് പോകണം, നല്ല ഫുഡ് കഴിക്കണം, നല്ല ഉറക്കം കൊടുക്കണം, അങ്ങനെ ചെറിയ ചെറിയ ഹാബിറ്റ്സ് ഉണ്ടാവും ഡെയിലി ലൈഫിൽ അപ്പോഴേ ചെയ്യേണ്ട സംഭവങ്ങൾ. സോ അതിമ ഫോക്കസ് ചെയ്താണ് എന്ത് ചെയ്യാം, അത് ഡെയിലി ചെയ്യാൻ നോക്കുക. ഇത് റിസൾട്ട് അറിയണത് നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന സാധനമല്ല, ഇത് കോമ്പൗണ്ട് ആണതാ. അപ്പം ഞാൻ അപ്പം നിങ്ങൾ ചിന്തിച്ചേക്കും, ഇപ്പം ഡെയിലി എന്തെങ്കിലും 10 മിനിറ്റ് ഇംഗ്ലീഷ് എഴുതിയിട്ട് കാര്യം ഉണ്ടാവും. നിങ്ങൾക്ക് നല്ല കാര്യം ഉണ്ടാവും. എനിക്ക് ഇപ്പോൾ ഇംഗ്ലീഷ് എന്ത് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാലും ഒരു 90% എനിക്ക് എഴുതി കംപ്ലീറ്റ് ആക്കാൻ വയ്ക്കും. സോ അതിൻ്റെ ഒരു ഹാബിറ്റ് ഞാൻ ബിൽഡ് ചെയ്തതാണ്, അതിൻ്റെ ബ്രെയിനിൽ അങ്ങനെ ഓട്ടോമാറ്റിക്കായി വന്നു. സോ ഞാൻ എന്താ ഡെയിലി ചെയ്തു. അതായത് നമ്മളെ പെർഫെക്റ്റ് അത്ര ചെയ്യണമെന്നല്ല, നമ്മളത് ഡെയിലി ചെയ്യണമെന്നാണ്. സോ ഇതൊക്കെ പാടെ ലാസ്റ്റ് കൂടിയിട്ട് ഒരു ദിവസം കോമ്പൗണ്ട് ആവും. ആ കോമ്പൗണ്ട് ആവണ ആ ദിവസം കാരണം, അതായത് നമ്മുടെ എല്ലാ ഈ 6 മാസം ചെയ്ത ഹാബിറ്റുകൾ മുഴുവൻ ഒരുമിച്ച് കൂടിയിട്ടേക്കാരം അതിൻ്റെ റിസൾട്ട് കിട്ടുക. സോ രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു, നിങ്ങളെ സ്കിൽ ഗ്യാപ്പ് എവിടെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ റെസ്പോൺസിബിലിറ്റി എടുക്കണം ആ സ്ഥലത്തേക്കില്ലേ, ആ സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയാണ് നമ്മൾ ഡെയിലി ചെയ്യേണ്ട സംഭവങ്ങൾ ഉണ്ടാവും. ആ സംഭവത്തിന് ഫോക്കസ് ചെയ്യുക. പിന്നെ മൂന്നാമത്തേന്
ഒരിക്കലും പാസ്റ്റിനെ ബ്ലെയിം ചെയ്യുക. പാസ്റ്റിൽ നമ്മൾ ബ്ലെയിം ചെയ്യുകയാണെങ്കിലും അല്ലാതെ സോറി മറ്റുള്ള ആൾക്കാരെ ബ്ലെയിം ചെയ്യുന്നതിന് പകരം നമ്മൾ ബ്ലെയിം ചെയ്യുന്നതിന് ആരും ബ്ലെയിം ചെയ്യരുത്. അതായത് ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ഓനിപ്പോൾ ഒരു ഇഷ്ടപ്പെടാത്ത കോഴ്സ് എടുത്തു. ആ കോഴ്സ് എടുക്കാൻ കാരണം ചിലപ്പോൾ ഓൻ മാത്രമല്ല ഈ കാരണം, ഓൻ്റെ ഫാമിലി അതിൽ ഇൻക്ലൂഡ് ആയി കാരണം, ഓൻ്റെ ചിലപ്പോൾ അതർ കസിൻസ് അതിൽ ഇൻക്ലൂഡ് ആയി കാരണം, ഓൻ്റെ ഫ്രണ്ട്സ് ചിലപ്പോൾ അതിൽ ഇൻക്ലൂഡ് ആയി കാരണം, മെയിനായിട്ട് ഓനും അതിൽ ഇൻക്ലൂഡ് ആയി കാരണം. ചിലപ്പോൾ ഓന് മാത്രം തീരുമാനിച്ച സംഭവിക്കാരോ കോഴ്സ് എടുക്കുക, ഇപ്പം അതിൽ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഉണ്ടാവില്ല. സോ ഇപ്പോൾ പാസ്റ്റിന് ഒരിക്കലും ബ്ലെയിം ചെയ്തിട്ട് നമുക്ക് കാര്യമില്ല. കാരണം എന്താ കഴിഞ്ഞാൽ അന്ന് നമ്മൾ ആ എടുത്ത തീരുമാനം നമ്മളെ ലൈഫിൽ അല്ലെങ്കിൽ അന്നപ്പം നമ്മളെ മൈൻഡിൽ തോന്നിയ വൺ ഓഫ് ദി ബെസ്റ്റ് ഡെസിഷൻ അതായിരുന്നു. സോ അപ്പോൾ അന്ന് നമ്മൾ ആ ഡെസിഷൻ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല ഞാൻ എടുത്തത് വേസ്റ്റ് ആയി പോയി, എൻ്റെ ടൈം വേസ്റ്റ് ആയി പോയി എന്ന് ഇപ്പോൾ ഒരിക്കലും മനസ്സിലാവില്ല. അപ്പം അന്ന് നമ്മൾ വേറെ എന്തെങ്കിലും സംഭവം എടുത്താണ്ട് അതിൽ പെട്ടേക്കും. സോ ഇപ്പം നിങ്ങളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പോൾ ഒരു ചെങ്ങൊരു കോഴ്സ് എടുത്തു, അപ്പോൾ ഓനക്ക് ഇഷ്ടപ്പെട്ടില്ല, ഒരു 1 ഇയർ കഴിഞ്ഞിട്ട് അവനക്ക് മനസ്സിലാക്കിയത്. അപ്പോൾ അന്നും എനിക്ക് തോന്നി, അന്നും അവൻ്റെ മൈൻഡിൽ ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് കോഴ്സ് അതായിരുന്നു, അല്ലെങ്കിൽ ഓനക്ക് അവൻ്റെ ലൈഫിൽ ചേഞ്ച് വരുത്താൻ പറ്റണ അല്ലെങ്കിൽ നല്ലൊരു ജോലി കിട്ടാൻ പറ്റുന്ന കോഴ്സ് ഓനക്ക് അതായിരുന്നു, അതുകൊണ്ടാണ് പോയി ചേരുന്നത്. സോ അതും മനസ്സിലാക്കിയാണ്ട് ഇനി മിസ്റ്റേക്കുകൾ വരുത്താതെ നോക്കുക. അല്ലാതെ പാസ്റ്റിനെ നമ്മൾ ബ്ലെയിം ചെയ്തിരുന്നതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. പിന്നെ എന്ത് ചെയ്യാം, ഇനിയിപ്പോൾ അതല്ല നിങ്ങൾക്ക് ആ സംഭവത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, വേറെ സംഭവം നിങ്ങൾ ബിൽഡ് ചെയ്ത് ആക്കും പോലെ അതിൻ്റെ കൂടെ തന്നെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാം. സോ നാലാമത്തെ പറയുകയാണെങ്കിൽ ഒരിക്കലും പെർഫെക്റ്റ് ടൈമിന് വേണ്ടിയാണ് കാത്തിക്കരുത്. എന്ത് സംഭവം തുടങ്ങുകയാണെങ്കിലും, ഇപ്പം നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങണം അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം തുടങ്ങണമെന്നുണ്ടെങ്കിലും ഒരിക്കലും ആ പെർഫെക്റ്റ് ടൈം എനിക്ക് എല്ലാം കിട്ടിയിട്ട് എനിക്ക് കുറേ പൈസ കിട്ടിയിട്ട് ബിസിനസ് തുടങ്ങണം, അല്ലെങ്കിൽ എനിക്ക് ഇത് കിട്ടട്ടെ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ആ സ്കില്ല് റെഡി ആവാൻ പറ്റുക. ഇപ്പം എൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഒരു കണ്ടന്റ് ക്രിയേറ്റർ, അതായത് ഇപ്പോൾ ഒരു യൂട്യൂബിൽ കണ്ടന്റ് ക്രിയേറ്റർ ആവുകയാണെന്നുണ്ടെങ്കിൽ ആൾക്ക് കുറേ സ്കില്ല് അല്ലെങ്കിൽ ആൾക്ക് കുറേ സംഭവങ്ങൾ വേണം. നല്ലൊരു ക്യാമറ വേണം, നല്ലൊരു മൈക്ക് വേണം, അതുപോലെ തന്നെ നല്ലൊരു സ്റ്റുഡിയോ വേണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്കില്ല് വേണം, ഇതൊക്കെ വേണം. ഇതൊന്നും എനിക്കില്ല, ഇതൊക്കെ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കി വരുള്ളൂ. സോ അപ്പോൾ ഈ എക്സാമ്പിൾ ഇന്നത്തെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പെർഫെക്റ്റ് ടൈമിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തില്ല. നല്ല ക്യാമറ അല്ലാന്നുണ്ടെങ്കിലും നല്ല മൈക്ക് അല്ലാന്നുണ്ടെങ്കിലും ആൾക്കാരോട് നല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വയ്ക്കൂല എന്നുണ്ടെങ്കിലും സോ അത് ചെയ്യാം. അതിമെന്ന് നമ്മൾ അത് ഉണ്ടാക്കിയെടുക്കും. അതായത് ഇങ്ങനെ ഡെയിലി ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും പിന്നെ അതുപോലെ തന്നെ ക്യാമറ ഡെവലപ്മെൻറ്റും സ്റ്റുഡിയോ ഡെവലപ്മെൻറ്റും ഇതൊക്കെ നമ്മൾ പിന്നെ അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കണം. സോ ഒരിക്കലും ഏത് സംഭവം തുടങ്ങാനും പെർഫെക്റ്റ് ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ നമ്മളെ കയ്യിൽ ഇപ്പോൾ എന്താണോ ഉള്ളത്, എവിടെയാണോ ഉള്ളത് ആ സംഭവം വെച്ച് തുടങ്ങും. സോ അപ്പോൾ അത്രയുള്ള വീഡിയോ ഷോർട്ട് വീഡിയോ ആയിരുന്നു. മെയിനായിട്ട് ഞാൻ ഒന്നുകൂടി ബ്രീഫാക്കിയാണ് ആ പോയിന്റ്സുകൾ പറഞ്ഞുതരാം. അതായത് നമ്മൾ എങ്ങനെ റിസ്ക് എടുക്കേണ്ടത്, ആദ്യം തന്നെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക ഏത് ഏരിയയിലാണ് എനിക്ക് റിസ്ക് എടുക്കേണ്ടത്, ഏത് ഏരിയയിലാണ് ഞാൻ അപ്പോഴും മറ്റുള്ള ആൾക്കാർ കുറ്റം പറഞ്ഞു നിൽക്കുന്നത്, അല്ലെങ്കിൽ ഏത് ഏരിയയിലാണ് എനിക്കിപ്പോൾ സ്കിൽ ഗ്യാപ്പ് ഉള്ളത് അവിടെ മനസ്സിലാക്കുക. പിന്നെ രണ്ടാമത് അതിന് ആ ഗോളിലേക്ക് അല്ലെങ്കിൽ ആ സ്കിൽ ഗ്യാപ്പ് എനിക്ക് തിരുത്താൻ വേണ്ടിയിട്ട് കുറച്ച് ഹാബിറ്റുകൾ ഉണ്ടാവും, നിങ്ങൾ ഡെയിലി അല്ലെങ്കിൽ കുറച്ച് ടാസ്കുകൾ ഉണ്ടാവും ഡെയിലി ചെയ്യാനുള്ളത്. അത് ഏതാണെന്ന് മനസ്സിലാക്കുക, അത് എഴുതി വെച്ചാണ്ട് അത് ഡെയിലി ചെയ്യാൻ നോക്കാം. മൂന്നാമത്തതാണ് പാസ്റ്റിനെ ഒരിക്കലും ബ്ലെയിം ചെയ്യരുത്. പാസ്റ്റിൽ നമ്മൾ അത്രയും നല്ല സംഭവം അതായതുകൊണ്ടാണ് നമ്മൾ അത് എടുത്തു പോയത് അല്ലെങ്കിൽ അത് ചെയ്തു പോയത്. ഒരിക്കലും ആ പാസ്റ്റിൽ നടന്ന സംഭവത്തിനെ ബ്ലെയിം ചെയ്യാതെ ഇപ്പം നമുക്ക് അതിന് പകരം എന്ത് റിപ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നാലാമത്തെ ലാസ്റ്റത്തെ പെർഫെക്റ്റ് ടൈമിന് വേണ്ടിയിട്ട് ഒരിക്കലും വെയിറ്റ് ചെയ്തു. സോ വീഡിയോ ഹെൽപ്ഫുൾ ആയി കരുതുന്നു. സീ യു ഇൻ ദി അനദർ വീഡിയോ.